Ghost bless you. Ghost bless you. Ghost bless you. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രേതാലയത്തിലേക്ക് ബ്ലഡ് കം. ഞാൻ മൂത്തോൻ. ഇവിടെ ഇന്നൊരു ചടങ്ങ് നടക്കുകയാണ്. അതായത് നിങ്ങളിൽ പലരും നമ്മളുടെ അംഗങ്ങളെ വെച്ച് ഒരുപാട് ഹൊറർ സിനിമകൾ ചെയ്തു. പലതും ഹൊററായി, പക്ഷേ മറ്റു ചിലത് ഹ്യൂമറായി. പക്ഷെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള നീലി ലോക സിനിമയിൽ അഭിനയിച്ച് ലോക ഹിറ്റായി മാറിയിരിക്കുകയാണ്. ആ നീലിക്ക് ഒരു ആദരവ് കൊടുക്കുന്ന ചടങ്ങാണ് ഈ പ്രേതാലയത്തിൽ നടക്കാൻ പോകുന്നത്. അതെ അതെ അതെ, കുറെ നേരമായിട്ട് ഇത് വല്ലതും നടക്കുവോ? ഞങ്ങൾ നടക്കാറില്ല, ഞങ്ങൾ പറക്കാറേ. പിന്നെ പറക്കണം. പറക്കാടാ, മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ 1-2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവന്മാരെ കാണണ്ടേ? ഒരു പണി ചെയ്യാം, ഞാൻ ഓരോരുത്തരെയും വിളിക്കാം, അപ്പൊ ശരിയായിക്കോളും. ആദ്യമായി നിങ്ങളുടെ ഇടയിൽ നിങ്ങളെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രേതങ്ങളിൽ അധികായനായ ഒരാൾ, അതെ, വൺ ആൻഡ് ഓൺലി കോക്കാച്ചി. അതെ, ഇവിടെ കിടന്ന് കസരത്ത് കാണിക്കല്ലേ. എവിടെ പോയി കിടക്കാറുണ്ട് ഇത്രയും നേരം? ഞാനാണെ കൃത്യസമയത്ത് തന്നെയാണ് വന്നത്. അതെ, പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. എന്ത് പ്രശ്നം? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടെ ഇരുന്നോണ്ട് ഒരു അമ്മ ഒരു കൊച്ചിന് ചോറ് കൊടുത്തിട്ട് പറയല്ലേ, മക്കളെ ചോറ് കഴി, നീ കോക്കാച്ചി വിളിക്കുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ താമസിച്ചത്. അത് ഈ ലോകം ഉണ്ടായ കാലത്തോട്ടുള്ള നടക്കുന്ന സംഭവം അത്. പക്ഷെ ഇന്ന് വരെ ഏതെങ്കിലും അമ്മമാര് കോക്കാച്ചിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും വിളിക്കുമല്ലോ. അപ്പൊ ടൈമിംഗ് കിട്ടിയില്ലെങ്കിൽ അവര് നമ്മളെ കുറ്റം പറയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അവിടെ പോയി കൊച്ചിന് ചോറ് കൊടുത്ത സമയത്ത് കൈയും കെട്ടി കൊതിയോട് നോക്കി നിന്നത്. അയ്യോ, നല്ല ആത്മാർത്ഥതയുള്ള കോക്കാച്ചി. വേറൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാരും ഇങ്ങനെ കോക്കാച്ചി കോക്കാച്ചി എന്ന് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര നാണക്കേട്. അതുകൊണ്ട് ഞാൻ ഗസറ്റ് ഓഫീസിൽ കൊടുത്ത് കോക്കാച്ചി എന്നുള്ള പേര് മാറ്റാൻ പോവുകയാണ്. എന്ത് പേര്? കോക്കാച്ചി എന്നുള്ള പേര് മാറ്റി ചാക്കോച്ചി എന്നാക്കാൻ. അതിലും നല്ലത് ചാക്കോച്ചൻ എന്ന പേരല്ലേ? ചാക്കോച്ചൻ അതാകുമ്പോ 3 ലവ് സോങ്ങും കാണും, ഡാൻസും കാണും, പാട്ടും കാണും. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ഡാൻസ്. ഡാൻസ് കളിച്ച് നിർന്നാ മതിയാ, ഇവിടെ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ? അല്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ മാത്രമല്ലോ നടത്തുന്നത്, വേറെ കൂടെ ഇല്ല. അവടെ അവനെ ഞാൻ വിളിക്കാം. അവനെ വിളി. അങ്ങനെ ഇങ്ങനെ വിളിച്ചാ പോരാ, നിന്നെ വിളിച്ച പോലെ ബൂസ്റ്റ് ചെയ്ത് വിളിക്കണം. എനിക്ക് നല്ല ബൂസ്റ്റപ്പ് തന്നെ കിട്ടിയത്. അവനെ വിളി. കേരള തമിഴ്നാട് അതിർത്തിയിലെ ജനങ്ങളുടെ പേടി സ്വപ്നം, പ്രേതങ്ങളിൽ ഭീകരനായ മറ്റൊരാൾ, പൂച്ചാണ്ടി പ്രേതവണ്ടിയിലേ, കോട്ട താണ്ടി പ്രേതവണ്ടിയിലേ, പരാമരാം പൂച്ചാണ്ടി പ്രേതവണ്ടിയിലേ, ട്രാക്കുളയുടെ കോട്ട താണ്ടി പ്രേതവണ്ടിയിലേ, 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 പറന്ന് വരാൻ ഞാൻ, പറന്ന് വരാൻ ഞാൻ. എവിടെ പോയിരിക്കും എത്ര നേരം? എടാ, മനുഷ്യന്മാരെ പോലെ ടൈമിംഗ് തെറ്റിക്കാൻ പാടില്ല. പ്രേതങ്ങളാണ് നമ്മൾ, ടൈമിന് വരാം. ഇത് സർക്കാർ ഓഫീസൊന്നും അല്ലല്ലോ ടൈം വരാനായിട്ട്. ഞാൻ നേരത്തെ വന്നെന്നും പറഞ്ഞ് ഇവിടെ ഫംഗ്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇല്ല. പക്ഷെ നിങ്ങളാരും വരാത്തതെന്ത്? എവിടേക്ക്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തോന്നു? മണിയം പ്രേതത്തിന്റെ പുതിയ പനയുടെ ബ്ലഡ് ഫാമിംഗ് ആയിരുന്നു.
ബ്ലഡ് ഫാമിംഗ്. ഓ നിങ്ങൾ ഇപ്പൊ വരും പിന്നെ വരുമെന്നും പറഞ്ഞ് ഞാൻ ആ സുമതി വളവിൽ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഏ? സുമതി വളവില് സുമതി വളവിൽ കാത്തുന്നത് സുമതി വളയ്ക്കാനല്ലടാ. സുമതിയുടെ പിറകെ നടന്ന് വളയ്ക്കാൻ നടന്നൊക്കെ നീ കണ്ടത് എന്നെ കുറച്ച് അനാവശ്യം പറയരുത് കേട്ടല്ലേ. വന്നാ ഒരു കാര്യം പറയട്ടെ. എന്തോ ഏതോടി വരുമോ എന്തോ. എനിക്ക് അറിഞ്ഞൂടാത്തൊന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെ എന്തിനാണ് മൂത്തോനെന്ന് വിളിക്കുന്നത്? എടാ ഇങ്ങേർക്ക് താഴെ 12 അനിയന്മാരുണ്ട്. പിന്നെ ഇങ്ങനെ അനിയൻ കുട്ടാന്ന് വിളിക്കാൻ പറ്റും, മൂത്തോനെന്നല്ലേ വിളിക്കാൻ പറ്റും. പ്രായം പറ്റി നോക്കണമെങ്കിൽ മുതുക്കൻ എന്നാണ് വിളിക്കേണ്ടത്. നിങ്ങൾ എന്താ അവിടെ കിടന്ന് കുശു കുശു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല നാത്തൂനെ. അല്ല, അങ്ങനെ പറ. നമ്മുടെ യൂത്ത് വിങ്ങിന്റെ കലാപരിപാടിയെ പറ്റി പറഞ്ഞില്ലല്ലോ നീ. അയ്യോ എടേ, എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ എന്തോന്ന് പരിപാടി നടക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ നമ്മുടെ നീലിനെ ആദരിക്കുന്ന ചടങ്ങല്ലേ നടക്കാൻ അവളെ ആദരിക്കും. എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. പിന്നെ നമ്മുടെ ഈ പ്രേതലോകത്തിന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ വാർഷിക ആഘോഷ പരിപാടികളെ കുറിച്ചാണ്. കാര്യപരിപാടികൾക്ക് ഞാൻ പ്രസ് മറ്റേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ തരും, കൈയടിച്ച് പാസ്സാക്കി തരണം. ഏതൊക്കെയാണ് കാര്യപരിപാടികൾ? കാര്യപരിപാടികൾ എന്ന് പറയുമ്പോൾ ഒരു 10-10:30 മണിയാകുമ്പോൾ ഞാനും വടേഷിയും കൂടെ കാര്യപരിപാടിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. കാര്യമായിട്ട് തന്നെ പരിപാടി. കളി അടിക്കില്ല കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞോളാം. വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ബാക്കി പറ. ഒരു 12:30 മണിയോട് കൂടി, രാത്രി 12:30 മണിയോട് കൂടി കരിങ്കൊടി ഉയർത്തും. കരിങ്കടി ഉയർത്തൽ. അങ്ങനെ പറ. അത് കഴിഞ്ഞാൽ അസ്ഥികൂടത്തിന് പൊട്ടുകുത്തൽ. അത് കഴിഞ്ഞിട്ട് കണ്ണ് കെട്ടി തലയോട്ടി അടി മത്സരം. അപ്പൊ മറ്റേ മത്സരമില്ലേ? എന്തോന്ന് മത്സരം? മറ്റേ മത്സരമില്ലേ? ഏത് മത്സരം? കുപ്പിയിൽ ബ്ലഡ് നിറയ്ക്കൽ. എടാ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കുപ്പിയിൽ ബ്ലഡ് നിറയ്ക്കാൻ വരുന്നവൻ അതെടുത്ത് കുടിക്കരുത്. പിന്നെ വെളുപ്പിന് ഒരു 3-3:30 മണിയോട് കൂടി ബാറ്റ്സ് ബീറ്റ്സിന്റെ ഹൊറർ ഗാനമേള. അതുകൊള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹൊറർ ഗാനമേളയ്ക്ക് ഹൊറർ പാട്ട് മാത്രമേ പാടാവൂ, അല്ല മന്മരാസ പാടരുത്. മന്മഥരാസ പാടിയിട്ട് വേണം ഈ നാത്തൂൻ ഇവിടെ കിടന്ന് പുഴു അടിക്കാൻ. നാത്തൂനല്ല, മൂത്തോൻ. സോറി സോമൻ. അല്ല, എന്താ അപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവിടെ എന്തൊരു പരിപാടി ഇവിടെ നടക്കുന്നത്? ഇവിടെ ലോക സിനിമയിൽ നീലി ഹിറ്റായല്ലോ, അങ്ങനെ നീലിയെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കാൻ. അതൊക്കെ അവിടെ നിക്കട്ട്. ആര് മറ്റേ ആദരിക്കാൻ വരണത്? ആദരിക്കാൻ വരുന്നത് സർപ്രൈസ് ആണ്. എടാ കപ്പൈസ് ഒക്കെ തിന്നു കഴിഞ്ഞാൽ തൊണ്ടതാണ്. സർപ്രൈസ് അല്ല, സർപ്രൈസ്. ഇംഗ്ലീഷ് നടനാ? എടാ അതല്ലടാ, സർപ്രൈസ്. എടാ അതെന്തോന്ന്? സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരാൾ വരുമ്പോ നമ്മൾ അറിയാതെ പറയൂല, അതാണ് സർപ്രൈസ്. അറിയാതെ പറഞ്ഞു സോമൻ, ഇത് പറഞ്ഞ് മനസ്സിലാക്കൂ. അറിയാതെ പറഞ്ഞിട്ടുണ്ട് കാര്യം. അതെന്താ അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മളൊരു ഇങ്ങനെ പെട്ടി വെക്കുമല്ലോ, പെട്ടിക്ക് അത്ര സാധനം വെച്ചിട്ടുണ്ടാവും. ഇതിന് പെട്ടി ഇങ്ങനെ തുറക്കുമ്പം അതിന്റെ സാധനം ഇരിക്കും, അതാണ് സർപ്രൈസ്. പെട്ടിയിലാണ് ആള് വരുന്നത്. അതല്ല പറഞ്ഞത്, ഈ വരുന്ന ആളെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അതാണ് സർപ്രൈസ്. എടാ ഇവൻ പറയണ് പെട്ടിയിൽ തുറക്കുമ്പോഴാണ്, ഇപ്പം പറയണ് വരുന്ന ആളിനെ കാണുമ്പോ ഞെട്ടുന്ന്. ഇതിൽ ഏതാണ് സർപ്രൈസ് പറ. ഒരു കാര്യം പറയട്ടെ, ഈ വരുന്ന ആളെ കാണുമ്പോ നിങ്ങൾ ഞെട്ടും, അതാണ് സർപ്രൈസ്. ഞെട്ടുവെങ്കിൽ ഞാൻ സർപ്രൈസ് എങ്കിൽ എന്തൊരു സർപ്രൈസ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചാ, നമ്മൾ ഇവിടെ എന്തിനാണ് വന്നത്? എന്തിനാണ് നീലി ആദരിക്കാൻ. അപ്പൊ നീലി എവിടെ? നീലെ വിളിക്കാം. വിളിക്ക്. എന്റെ പൊന്ന് നാത്തൂനെ നോക്കിക്കൊണ്ടിരിക്കാതെ വിളി. നാത്തൂനല്ല, മൂത്തോൻ. എന്നാ മുതുക്കൻ വിളി. നീലിയെ വിളിക്കാം. വിളിക്ക്. മലയാള ഹൊറർ സിനിമകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ, മലയാള ഹൊറർ സിനിമയിലെ പുതിയ ലേഡീസ് സൂപ്പർ സ്റ്റാർ, അതെ, കള്ളിയങ്കാട്ട് നീലി. ഇതല്ല ഏറെ നിർത്തിക്കാണ്. താത്തറക്ക്, ഇത്തിരി താത്തറക്ക്. അടിപൊളി കേട്ടാ, സിനിമ ഉണ്ട്, അടിപൊളിയായിരുന്നു. കൺട്രാക്ട് സൂപ്പർവൈസർ നല്ലൊരു ഇങ്ങനെ കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ. നീലിക്കുട്ടി, നമ്മുടെ സിനിമാക്കാരുടെ മാനം കാത്തു. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ.
കൈ വിടറ. ഞാൻ കൈ കൊടുക്കൂല, കൈ വിടറ അങ്ങോട്ട്. ഞാൻ കൈ കൊടുക്കൂല. നമ്മുടെ പ്രേത ലോകത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചാണ് ഇവള് ആ സിനിമയിൽ അഭിനയിച്ചറിയാമോ? ഞാൻ എന്തോന്ന് തിരിച്ചെന്ന് നീ പറയണേ? നിന്റെ പേര് നീലി എന്നല്ലേ? എന്നോട്ട് നിന്റെ പേര് ചന്ദ്രൻ നായർ. അത് എന്റെ പേരല്ലല്ലോ, അതാ കല്യാണിയുടെ പേരല്ലേ? എല്ലാം പോട്ട് വെള്ളസാരി എടുത്തോണ്ട് ഹൊറർ പാട്ടും പാടിക്കൊണ്ട് വരാതെ ഒരു നീല നിശീതിനി ഒന്ന് പോട്ട് പുതുമഴയായി വന്നു. എത്ര പാട്ട് കിടക്കണം, ഇതൊന്നും പാടാതെ ഇവിടെ വന്നേക്കണേ. കിണിയേ കിണിയേ. എടാ, അത് നീ എന്റെ അടുത്ത് ചാടിയിട്ട് എന്താ കാര്യം? അതൊക്കെ സിനിമാക്കാര് ഉണ്ടാക്കിയതല്ലേ? കള്ളിയങ്കാട്ട് ഒരു മണ്ട പോയ പനേര മണ്ടയിൽ ജീവിച്ചോണ്ടിരുന്ന ഇവള് ബാംഗ്ലൂര് 4 നിലയുള്ള ഒരു ഫ്ലാറ്റിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് പാടിക്കൊണ്ട് വന്നു. എടാ, ഞാൻ ഇതൊന്നും ചെയ്തതല്ലല്ലോ, അറിഞ്ഞോണ്ട് ചെയ്തില്ല. ഡയറക്ടർ പറഞ്ഞത് കൊണ്ട് കല്യാണി അത് അഭിനയിച്ചു. അത് നീ പോയി ഡൊമിനിക്കാരനോട് ചോദിക്കും. നാത്തും കേക്കണം, അമ്മൂത്തോ കേക്കണം. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയാമോ? നമ്മൾ 1 ഔൺസ് ചോരയ്ക്ക് വേണ്ടി വല്ല പൊന്തക്കാട്ടിലോ പനേരയോടോ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് ഏവനെങ്കിലും വന്നാ അവന്റെ പിറകെ ഓടിച്ചിട്ട് പേടിപ്പിച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ട് കഷ്ടപ്പെട്ട് കുടിക്കുമ്പം ഇവള് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ചോര കുടിക്കണം. ഇത് ന്യായമാണോ? ന്യായം. കണ്ടാ ചോരം കൊണ്ടാണ് അവള് വന്നേക്കണം. കണ്ടാ ഓടാ നോക്കടാ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കുടി കുടി. അത് കുടിച്ചോടാ. ഞാൻ നല്ല മിനറലൈസ്ഡ് ബ്ലഡ് ആണ് ഞാൻ കുടിക്കുന്നത്. മിനറലൈസ്ഡ് ബ്ലഡ് അറിയാം? മിനറലൈസ്ഡ് ബ്ലഡ്. എടാ, അത് ഈ കേരളത്തിലുള്ള മൊത്തം ആൾക്കാർക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ സാധനമൊക്കെ അല്ലേ? അതുകൊണ്ട് പ്യൂരിഫൈ ചെയ്ത മിനറലൈസ്ഡ് ബ്ലഡ് ആണ് ഞാൻ കുടിക്കുന്നത്. എനിക്കുള്ള ബ്ലഡ് ഒന്നും വേണ്ട. ഇത് മോശമായി പോയി. ഇനി അവൾ അംഗീകരിക്കാത്ത വളരെ മോശമായി. എടാ ഇവന്റെ പണ്ട് മുതലേ ഉള്ള അസുഖമാണ് എന്നെ അംഗീകരിക്കുക. എന്തുകൊണ്ട്? അസൂയ. കാരണം ഇവന്റെ പേരിൽ പൂച്ചാണ്ടി എന്ന് പറഞ്ഞ ആരെങ്കിലും സിനിമ എടുത്തിട്ടുണ്ടോ? ഇല്ല. ആർക്കും നിന്നെ പേടിപ്പെടുത്താനല്ലടാ നിന്റെ പേര് പറയണത് പൂച്ചാണ്ടി. അതുകൊണ്ടല്ലടാ നിനക്ക് എന്റെ അടുത്ത് ഇത്ര അസൂയ കുശുമ്പോക്ക്. വൃത്തിയിട്ടവനെ. വേറെ കേസുണ്ട്. സർപ്രൈസ് ആയിട്ട് ഇപ്പൊ ആളിങ് എത്തും, പിന്നെ ആദരിക്കലങ്ങ് തുടങ്ങും. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ആരെന്ന് പറയൂ? സർപ്രൈസ് ആയിട്ട് വരണത് ആരെന്ന് പറഞ്ഞു തരൂ. പറയട്ടാ. പറയൂലല്ലേ? സർപ്രൈസ്. അല്ലല്ല, എന്താണ് നമ്മുടെ ഈ ആദരിക്കുന്നതിന്റെ പരിപാടികൾ എങ്ങനെയാണ്? ആദരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാടയിട്ട് ആദരിക്കും. ഏടാ എന്തുവാടാ, പൊന്നാടയൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് നമുക്ക് എന്തെങ്കിലും പിടിക്കാം. ഒരു പക്കാവട ഇട്ട് നിന്നെ ആദരിച്ചാലോ? ഞാൻ പറഞ്ഞു ചോരാടിട്ട് ആദരിക്കും. ചോരാടാ, അത് ഓക്കെ. ചോരാടാ മതി, ചോരാടാ. നിനക്ക് രസപ്പെടാൻ പപ്പടം ഉരുട്ടു. നല്ല ചോരയുള്ള ഒരു മനുഷ്യന്റെ മണോടാ. വാടാ, പോയി കൊന്ന് ചോര കുടിക്കണ. വാടാ, പോയി കൊന്ന് ചോര കുടിക്കണ. വാടാ. എന്തിനാടാ കൊന്നിട്ട്? അവനും നമ്മളെ പോലെ പ്രേതമായിട്ട് നടക്കാനോ? നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. എന്തിനാണ് കൊന്നിട്ട് അയാളും ഇവിടെ നമ്മളെ പോലെ ചോര കിട്ടാതെ ജീവിക്കാനാണോ? അയാളും ഇവിടെ നമ്മളെ പോലെ ചോര കിട്ടാതെ ജീവിക്കാനാണോ? നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. നമ്മൾ ഇടപെടേണ്ട. പുള്ളി ഒറ്റയ്ക്ക് പാടട്ടെ. ഒരു കാര്യമുണ്ട്, കൂട്ടത്തിൽ പാടിക്കഴിഞ്ഞാൽ തെറ്റിയാ അറിയൂല. ഒറ്റയ്ക്ക് പാടിയാ പിടിക്കും, അതുകൊണ്ട് ഇനി പാട്ട് പാടും. അപ്പൊ നമ്മളിനി സമയം കളയണ്ട. ആദരിക്കാനുള്ള ആളിപ്പം എത്തും. എടാ ഇനിയെങ്കിലും പറയടാ, ആദരിക്കാൻ വരണത് ആരെന്ന് സർപ്രൈസ് പൊളിക്കൊന്ന് എന്നാ കേട്ടോ. നീലയെ ആദരിക്കാൻ വരുന്ന ആള് ആരെന്നറിയാമോ? കടമറ്റത്ത് കത്തറ. ഹലോ, അയ്യോ, പിടിച്ച പ്രേതം എവിടെ പോയടാ? കടമറ്റത്ത് കത്തനാര് വന്ന് ആദരിക്കും. അടിപൊളിയല്ലേ? അടിപൊളിയാ. അങ്ങേര് വന്നാ ഇവിടെ ആണിയടിയായിരിക്കും. ആണിയടി. ഭ്രാന്താടാ.
ഞാൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നാണ്. ഇതുവരെ ഇങ്ങനെ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് കൊണ്ടുവന്നാണ്. എടാ, വല്ല പനയില പാലയിലൊക്കെ നമ്മൾ ആണി അടിച്ച് തളയ്ക്കോടാ. നിനക്ക് ഇനി എന്തുവാടാ? ഞാനാണെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. ലൊക്കേഷൻ ഇട്ടാ എടാ മൂത്തോനെ, ഞാൻ ഒറ്റ കാര്യം പറയാം. ലൊക്കേഷൻ ഇട്ട് കൊടുത്ത സ്ഥിതിക്ക് ഇനി ഒറ്റ വഴിയുള്ളൂ. എന്ത്? ഈ ലൊക്കേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും escape. ആയിക്കോട്ടെ. Ready? 1, 2, 3. Cupcake. Kokachi, you are a cutie pie. അയ്യോ, ഞാനേ ചെറിയൊരു അബദ്ധം പറ്റി. എസ്കേപ്പ് എന്ന് പറയേണ്ടതിന് പകരം കൊതി കൊണ്ട് കപ്പ് കേക്ക് എന്ന് പറഞ്ഞു പോയി. സാറേ, നമുക്കേ അവരൊന്ന് റീവൈൻഡ് ചെയ്ത് വരുത്തിക്കാൻ പറ്റുമോ സാർ? ആണോ? ഞാനേ പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയി. എന്തായാലും നമ്മൾ പെട്ട്. ഇനി ആ കടമറ്റത്ത് കത്തനായി വരുന്നതിന് മുന്നേ നമുക്ക് എങ്ങോട്ടെങ്കിലും എസ്കേക്ക് ആവാം. എസ്കേക്ക് ആവാം. എടാ, പൂക്കേക്ക് എസ്കേക്ക് ഒന്നും അല്ലടാ, escape. Ready? 1, 2, 3. Cupcake. അടിപൊളി, പൊളി പൊളി.